സ്ലിപ്പറിയാണ്. രാവിലെ ഇവിടെ കുടുങ്ങി. ഹലോ ഗൈസ്, അപ്പോൾ ജേർണി ജെറ്റിൻ്റെ അടുത്തൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന ആർബർഗാണ്. 2 ദിവസത്തെ ക്യാമ്പിംഗ് ആണ്, പ്ലസ് ഓഫ് റോഡിങ് ഉണ്ട്. നമുക്കറിയില്ല സിറ്റുവേഷൻ തന്നെ. ഇവിടെ ഇപ്പോൾ സ്നോ ഒക്കെ ക്ലിയറാണ്, ട്രയലൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. സോ നമ്മൾ വണ്ടിയിലെല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തം 3 ജീപ്പാണ് പോകുന്നത്. ഇപ്പോൾ 2 പേര് വരും. ഞാൻ നിങ്ങൾക്ക് ലോഡ് ചെയ്ത സാധനങ്ങൾ കാണിച്ചു തരാം. നമുക്ക് വെതറിനെ പറ്റി ഒരു പിടുത്തവും ഇല്ല അവിടെ എങ്ങനെയാണെന്നുള്ളത്. സ്നോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. സ്നോ കാണും. സോ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. നമ്മുടെ ജാഗറി, ഡീസൽ ഹീറ്റർ, ഡീസൽ, ബാക്കി സാധനങ്ങളൊക്കെ ഇതിനകത്ത്. നമ്മുടെ ചെയർ, നമ്മുടെ റൂഫ് ടോപ്പ് ടെൻറ്റ്, പിന്നെ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ബാക്കി ആൾക്കാർ വന്നിട്ട് ഞാൻ ജീപ്പ് കാണിച്ചു തരാം. നമ്മുടെ ഇന്നിവിടെ ഒരു 2 ഡോർ ജീപ്പും വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇനിയൊരു 150 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് രാഹുൽ ബ്രോ, അതിൻ്റെ ഫ്രണ്ടിൽ ചെറി ബ്രോ. അപ്പോൾ അവരുടെ 2 പേരുടെ വണ്ടിയാണ് ഈ കാണുന്നത്. രാഹുൽ ബ്രോ വണ്ടിക്കകത്ത് വണ്ടിയുടെ അടിയിൽ മെറ്റൽ ക്ലോത്തിൻ്റെ സ്കിഡ് പ്ലേറ്റ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. കണ്ടോ തിളങ്ങുന്ന. സോ ഇനി ട്രയലും ഫുള്ള് സെറ്റായിരിക്കും. ആ വണ്ടി ഇനി എങ്ങനെയും അപ്പോൾ അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോസ് നാളെ രാവിലെ വെള്ളത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി ഞാൻ ട്രയൽ കയറാൻ തുടങ്ങുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ട്രയൽ തുടങ്ങി. പക്ഷേ ഇവിടെ ഭയങ്കര മോശമാണ് റോഡ്. സ്നോ ഭയങ്കര സ്ലിപ്പറിയാണ്. രാവിലെ ഇവിടെ കുടുങ്ങിയേക്കുന്ന ചെളിക്കകത്തും സ്നോയ്ക്കകത്തും കൂടെ. അപ്പോൾ നമുക്കിനി വണ്ടി വലിച്ചു കയറണം. സീനാണ്. ഇപ്പോൾ രാത്രി 11 മണിയായി. തണുപ്പുണ്ട്. വിൻഡോ തുറന്നോ? റെഡിയാണോ? ചെറുതായിട്ട് കാല് കൊടുത്തോ ബ്രോ. ഗ്ലാസ് കുറച്ച് താത്ത് വെക്ക്. ചെറുതായിട്ട് കാല് കൊടുത്തോ. ആ ഓക്കെ, ചെറുതായിട്ട് കാല് കൊടുത്തോ. നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുക. നമ്മുടെ എല്ലാ വണ്ടികളും ഉണ്ട്. അതെ, ഇതാണ് സ്പോട്ട് വരുന്നത്. ഫുള്ള് ലേക്ക് ഫ്രോസൺ ആയിട്ട് കിടക്കും. ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് ഫ്രോസാണ്. സോ രാഹുൽ ബ്രോ അവിടെ ഗ്രൗണ്ടുണ്ട്, ചെറിയ ബ്രോ അവിടെ ജീച്ചിനകത്ത് കിടന്നു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അത്രേ ഉള്ളൂ. മാത്രമല്ല വെള്ളം തീർന്ന ഇത് കൂടെ കുറച്ച് ചൂടാക്കിയാൽ. പക്ഷേ ഇതിനകത്ത് മറ്റേ നമ്മുടെ കൂടെ ഒരാളുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, സാജൻ ബ്രോ എക്സ്ട്രീക്കോണിൽ ആ വണ്ടി. അപ്പോൾ പുള്ളി ജസ്റ്റ് വന്നതാണ്, തിരിച്ചു പോയി. ഇന്ന് ക്യാമ്പ് ചെയ്യത്തില്ല. നമ്മൾ ഇന്ന് നൈറ്റ് കൂടെ ക്യാമ്പ് ചെയ്തിട്ട് നാളെ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുള്ളി വന്നതുകൊണ്ട് നമ്മൾ ഈ ട്രയലിൻ്റെ ഒരു ചെറിയൊരു പാറയുണ്ട് ആ സൈഡിലാണ് കാണാം, ആ ടവർ നിൽക്കുന്നതിൻ്റെ താഴെ. അപ്പോൾ അതിൻ്റെ മേളിലോട്ടൊന്ന് കയറാൻ പോകണം. അപ്പോൾ അടിപൊളിയായിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് കയറിയിട്ട് വന്നിട്ട് ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 4 ജീപ്പുണ്ട്. അത് എക്സ്ട്രീക്കോൺ.
ഫ്രണ്ട്ലി വെർഷൻ ഏതാണ്? ഓക്കടെ മുട്ട് ഫ്രണ്ട്ലി വെർഷൻ എന്നുവെച്ചാ കാല് ഫ്രണ്ട്ലി. ആഹാ പിടിക്കുന്ന ലൈൻ നോക്കിയിട്ട് കയറിട്ടുണ്ടാവും. ഞാൻ ശ്രമിക്കും. വേഗം ഓമിയ അനീറ്റയുടെ റൂട്ടിൽ മാറും. ഷീസ് റെക്കോർഡിംഗ്. Omi, go far right and stay there. Stay there, stay there. പതിയെ കയറിയോ പതിയെ കയറിയോ? പോട്ടെ പോട്ടെ. ഒരു പൊടിക്ക് പാസഞ്ചർ പിടിച്ചോ, പൊടിക്ക്. ഇനി അടുത്തത് നമ്മുടെ 2 ഡോർ റുബിക്കോൺ, 2 ഡോർ വില്ലീസ്. പക്ഷെ അത് ചില സ്ഥലത്ത് അത് സീനാ. ലോങ് വീൽ ബേസ് കയറുന്നിടത്ത് ചിലപ്പോൾ ഇത് കയറത്തില്ല. ഒന്ന് ബാക്ക് എടുത്തിട്ട് പോരെ ബ്രോ, ഒന്ന് ബാക്ക് എടുത്തിട്ട് കുറച്ച് ഡ്രൈവർ പിടിച്ച് കയറിക്കോ. മതി 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 മതി, അതിനെ ഓടിച്ചോ. ആ അത്രേ ഉള്ളൂ. പയ്യെ റോട്ടിൽ കൊടുക്കാം. പോട്ടെ പോട്ടെ പോട്ടെ. പാസഞ്ചർ 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 പാസഞ്ചർ. കയറിക്കോ കയറിക്കോ, കാലെടുത്തോ. നൈസ്. സിമ്പിൾ. അങ്ങനെ എക്സ്റേക്കൊന്നും പുട്ടുപോലെ കയറി. ഇതിനകത്തൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ്. അത് ശരിക്കും പറഞ്ഞാൽ മേളിൽ കൂടെ പോകുന്ന ലൈനിൻ്റെ സൗണ്ടാണത്. അത് 22 kV ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണത്. ശരിക്കും ക്യാമറയിൽ നല്ലോണം അറിയാൻ പറ്റും. നമുക്ക് നേരിട്ട് ഇത്ര അറിയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ അത് ക്യാമറയിൽ നല്ല
സൂപ്പറായിട്ട് അറിയാൻ പറ്റും. ഞാനത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്.
ഹായ്, ഇതേത് വഴിയാ വരുന്നേ? അയ്യോ, ഇവിടെ വഴിയായിട്ടുണ്ട്. ദോ ഈ കിടക്കുന്നത് വഴിയാ. ഷോ വീഴല്ല, എവിടെയും പോയി വീണാ. അടിപൊളി. കുത്താനല്ലേ? പോരെ പോരെ, ഒന്നുമില്ല. കഴിഞ്ഞു പൊക്കോ, ഓടിക്കോ. ഒന്നുമില്ല, ഒരു പേടി. അതാണ്. കിട്ടിയ വഴി പതുക്കെ വന്നാ മതി. ആ ചെറുത് അത് നേരെ പോരുമെന്ന് എനിക്ക് തോന്നേ. പോരട്ടെ. കഴിഞ്ഞ് ഈ കല്ല് നോക്കിയാൽ മതി, വേറൊന്നുമില്ല. ഒന്നുമില്ല. ആ ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ എടുത്തിട്ട് ഓടിച്ചാൽ മതി. ഫ്രണ്ട് ഓക്കെയാ. അനീറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പോരെ? ആ, രണ്ടുപേരും ഉണ്ട്. രണ്ടാംഗിളിൽ നിന്നുണ്ടെങ്കിൽ പോര്. ഇവിടെ ചാടുമ്പോൾ നമുക്ക് തോന്നും തട്ടുപോന്ന് അടിയേ.
ഇവിടെ ആ. ചാടുമ്പോഴേ പക്ഷെ അങ്ങനെ തട്ടത്തില്ല. ഇല്ല മറ്റിങ്ങനെ കറക്റ്റ് കട്ടിങ് മുമ്പേ ചാടി പോലത്തെ സാധനം വരുമ്പോഴേ പേടിക്കണ്ടേ. ഇത് പിന്നെ തെന്നി ഇങ്ങ് പോകുന്നുള്ളൂ. എനിക്ക് ഈ വഴിക്ക് ഇറങ്ങി നോക്കണമെന്നുണ്ടായിരുന്നു സൂര്യ. ഇവിടെ എനിക്ക് അറിയത്തില്ല, അന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് പക്ഷെ ഇറങ്ങുമ്പോൾ അത്ര സീൻ കാണില്ല. ഇതേപോലെ എന്തോ സീനാ. ഇറങ്ങുമ്പോൾ ഇത് അടിപൊളി ട്രെയിലാണ്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ മറ്റേ തടിയുടെ പാലം. നേരെ ഇറങ്ങിയോ, നേരെ ഇറങ്ങിയോ. ഇതാണ് ഹാർഡ് ട്രെയിൻ. അതല്ലേ ഇവിടെ വെയിറ്റ് കാരണം അതും അതൊരു കാരണമായിരിക്കാം. ബാറ്ററിയുടെ വെയിറ്റ് വന്നില്ലേ? അത് സേവാർ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്നുണ്ട്. അതൊരു ചരിയത്തില്ല വണ്ടി വലുതായിട്ട്. ബ്രോയ്ക്ക് സേവാർ ഡിസ്കണക്ട് ഇല്ല. അതിനെപ്പറ്റി കുറച്ച് പഠിക്കാനുണ്ട്. ആ സത്യം പറഞ്ഞാൽ മറ്റേ ഈ വീലൊക്കെ ഇതാക്കേണ്ട പോലും വലിയൊരു ഐഡിയ ഇല്ല. പക്ഷെ അത് കുറച്ചൊക്കെ slippery ഇപ്പൊ ആയിട്ടുള്ള- അത്യാവശ്യം നല്ല ടെക്നോളജി ഉണ്ട്. ആ ഇവിടൊക്കെ ഇല്ലേ, ഇവിടൊക്കെ സ്ലിപ്പ് ആവുന്നില്ലേ. ഇങ്ങനെയുള്ള കയറ്റമൊക്കെ വരുമ്പോൾ ഇട്ടിട്ട് ലോക്കർ ഓൺ ആക്കുക. ആവശ്യം ലോക്കർ അന്നേരമാണോ സേവർ ഡിസ്കൗണ്ട് ആകുന്നത്? അല്ലല്ല, സേവർ നമ്മൾ സെപ്പറേറ്റ്. വണ്ടിയുടെ ഈ വീൽ ഇങ്ങനെ പോകത്തില്ലേ, ബോഡി നേരെ അതിന് നിൽക്കും. നമ്മുടെ വണ്ടിയിൽ ഇതുണ്ടോ ഡിസ്കൗണ്ട്? ഇല്ല, അത് റൂബിക്കോണിനുള്ള ഞാൻ ചോദിച്ച വില്ലേജിലുണ്ടോ. ഒരു സ്വിച്ച് ഉണ്ടോ അവിടെ, സേവർ ഡിസ്കണക്ട് എന്ന് പറഞ്ഞിട്ട്? അങ്ങനെ അതില്ല. എനിക്ക് റിയർ ആക്സിൽ മാത്രമേ ഉള്ളൂ. ലോക്കറിൻ്റെ ആവശ്യമേ വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എല്ലാ വണ്ടി ഇറങ്ങുന്ന കണ്ട് പഠിച്ചിട്ടാണ്. ആദ്യം എല്ലാം പഠിച്ചിട്ട് അവസാനം ഇറക്കുക. എല്ലാ വണ്ടി ഇറങ്ങുന്നത് പഠിക്കാം. അവിടെ കലവര് നോക്കിയാൽ മതി. ഈ കല്ല് അപ്പുറത്ത് ഫുള്ള് മണ്ണ. നോസീൻ പൊട്ട പൊട്ട ഓൾ ക്ലിയർ. റെഡി ആയി. മാറിയെന്നോ, ചെളി തെറിക്കും. കഴിഞ്ഞോ? മാറിയെന്നോ ചെളി തെറിക്കും. കഴിഞ്ഞോ? അതിന്റെ കഥയല്ലല്ലോ അറിയുള്ളൂ. സത്യം. ഞങ്ങളും കുളിച്ചു. യെസ്, എന്നെ കുളിപ്പിച്ചില്ലേ? ഞാൻ കിട്ടി. നമ്പർ പ്ലേറ്റ് കിടക്കണം. ഇതെങ്ങനെ വന്നു? വെള്ളം തെറിപ്പിച്ച് പൈസിൻ്റെ അവിടെ. ഇതേ വരുന്നു തിരക്കണം. ഓ, ഇത് അങ്ങോട്ട് പോയത് കൊള്ളായിരുന്നു.